GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST. GST നിരക്ക് കുറച്ചതിന് പിന്നാലെ മാരുതി സുസുക്കി കാർ വില കുറച്ചു. 1.29 ലക്ഷം രൂപ വരെ കുറവ് വരുത്തിയത് ഉപഭോക്താക്കൾക്ക് നേട്ടമായി. മാരുതി സുസുക്കി തങ്ങളുടെ വാഹനവിലകൾ കുറയ്ക്കുന്നതിലൂടെ വാഹനങ്ങളുടെ GST നിരക്കുകൾ അടുത്തിടെ കുറച്ചതിന്റെ മുഴുവൻ പ്രയോജനവും ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് മാരുതി സുസുക്കി അറിയിച്ചു. സെപ്റ്റംബർ 22 മുതൽ പുതുക്കിയ വിലകൾ പ്രാബല്യത്തിൽ വരും. എൻട്രി ലെവൽ കാറുകളായ എക്സ്പ്രസോ, ആൾട്ടോ K10 എന്നിവയ്ക്ക് യഥാക്രമം 1.29 ലക്ഷം രൂപയും 1.07 ലക്ഷം രൂപ വരെയും വിലക്കുറവ് വരുത്തും. ഫ്രോങ്സ്, ബ്രസേ തുടങ്ങിയ XUV-കൾക്കും 1.12 ലക്ഷം രൂപ വരെ കുറച്ചിട്ടുണ്ട്. പെട്രോൾ, LPG അല്ലെങ്കിൽ CNG മോഡലുകൾ ഉൾപ്പെടെ 1200 cc വരെ എഞ്ചിൻ ശേഷിയുള്ളതും 4000 മില്ലിമീറ്റർ താഴെ നീളമുള്ളതുമായ ചെറുകാറുകൾക്കും 4000 മില്ലിമീറ്റർ താഴെ നീളമുള്ള ഡീസൽ കാറുകൾക്കും നികുതി 28% നിന്നും 18% കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മരുന്നുകളുടെ GST നിരക്ക് കുറയുന്നത് ഫാർമ മേഖലയ്ക്ക് ആശ്വാസകരം. അതേസമയം വില നിർണ്ണയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ശക്തമാക്കിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കാതെ വരുമെന്ന് ആശങ്ക. GST നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ ഫാർമ മേഖലയ്ക്ക് ഏറെ ഗുണപ്രദമെന്നാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നോൺ ഷെഡ്യൂൾ കൺട്രോൾ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാതെ വരും. MRPയുടെ കാര്യത്തിൽ സർക്കാർ വേണ്ട വിധത്തിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ, അതിൻ്റെ മറ്റുള്ള എല്ലാ വശങ്ങളും പഠിച്ച് അവരൊരു സീലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ക്യാൻസറിന് പോലുള്ള മരുന്നുകൾ, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്നുകളും അത്യാവശ്യ മരുന്നുകളും 0% വരികയാണെങ്കിൽ വളരെയധികം ഉപകാരം തന്നെയാണ്. പക്ഷേ അതിനകത്ത് വേറൊരു ആംബിഗ്വിറ്റി ഉള്ളത്, പലപ്പോഴും കൺട്രോൾഡ് കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾക്കാണ് ഗവൺമെൻറ് സീലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അല്ലാത്തതിന് സീലിംഗ് പ്രൈസ് ഇല്ല. അപ്പോൾ ചില ക്യാൻസർ ഡ്രഗുകളൊന്നും സീലിംഗ് പ്രൈസ് ഇല്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ MRPയുടെ ശാസ്ത്രീയത എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കൂടി പരിശോധിച്ചാൽ വളരെയധികം ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നതാണ്. നിലവിൽ മരുന്ന് വിൽപ്പനയിലൂടെ സ്വകാര്യ ആശുപത്രികളെല്ലാം വലിയ ലാഭമാണ് കൊയ്യുന്നത്. ഇതിലൊരു നിയന്ത്രണം സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്നാണ് ആവശ്യം. ഹോസ്പിറ്റലുകൾക്കോ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്കോ അത് വളരെയധികം, ഫാർമസി എന്ന് പറയുന്നത് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. അതേസമയം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ റീറ്റെയിൽ മെഡിക്കൽ ഷോപ്പിനല്ല അതിൻ്റെ ലാഭം കിട്ടുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണെങ്കിലും റീറ്റെയിൽ മെഡിക്കൽ ഷോപ്പിനാണെങ്കിലും കൺട്രോൾഡ് കാറ്റഗറി ആണെങ്കിൽ 8%, നോൺ കൺട്രോൾഡ് ആണെങ്കിൽ 10%, റീറ്റെയിലർക്കാണെങ്കിൽ കൺട്രോൾഡ് ആണെങ്കിൽ 16%, നോൺ കൺട്രോൾഡ് ആണെങ്കിൽ 20%. അതിനപ്പുറത്തേക്ക് മാർജിൻ കിട്ടില്ല. അതിനകത്ത് ഡിസ്കൗണ്ട് ഇപ്പം നിലനിൽക്കാൻ വേണ്ടി കൊടുക്കുന്നു. മരുന്നുകളുടെ പരമാവധി ചില്ലറ വിൽപ്പന വില MRP പരിഷ്കരണം സെപ്റ്റംബർ 22 മുമ്പ് വിപണിയിൽ ഇറങ്ങിയ മരുന്നുകൾ തിരിച്ചെടുക്കുകയോ പുതിയ നിരക്ക് രേഖപ്പെടുത്തുകയോ വേണ്ടെന്ന് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ഇപ്പം നിലവിൽ മെഡിക്കൽ ഷോപ്പിലായാലും ഹോൾസെയിലിലായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെതായാലും ഇരിക്കുന്ന സ്റ്റോക്കുകളുടെ MRPയുടെ സ്റ്റിക്കർ പതിപ്പിക്കുകയോ അല്ലെങ്കിൽ MRPയെ മാറ്റില്ല. പകരം ഈ വരുന്ന ടാക്സ് അഡ്വാൻറ്റേജ്, ഇപ്പോൾ 12% പ്രൊഡക്റ്റ് ആണെങ്കിൽ അതെല്ലാം 5% ആകുമ്പോൾ നിലവിലുള്ള MRPയെക്കാളും 6.25% കുറവിലായിരിക്കും കസ്റ്റമേഴ്സിന് കിട്ടുക. GST നിലവിൽ വരുന്നതോടെ അൺരജിസ്റ്റേർഡ് മേഖലയെ മാത്രമായി നേരിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിന് തൽക്കാലം ഇരിക്കുന്ന സ്റ്റോക്കിൽ കുറച്ച് നഷ്ടം വരും. അതേ ഉള്ളൂ. 40 lakhs താഴെയാണെങ്കിൽ എൻ്റെ അറിവിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കണ്ട. അങ്ങനെയുള്ള ഡീലേഴ്സിന്, അങ്ങനെയുള്ള മെഡിക്കൽ ഷോപ്പുകാർ, ചെറുകിട മെഡിക്കൽ ഷോപ്പുകാരുടെ കാര്യമാണ് പറഞ്ഞത്. അൺരജിസ്റ്റേർഡ് ഇല്ല, അവർ ഇരിക്കുന്ന സ്റ്റോക്കിൽ, അപ്പോൾ അവരത് അത്ര വലിയൊരു സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. ഇരിക്കുന്ന സ്റ്റോക്കിൽ അവർക്ക് ഒരു 5.25% നഷ്ടം വരും ഇരിക്കുന്ന സ്റ്റോക്കിൽ. കാര്യം അവർ ടാക്സ് അടയ്ക്കുന്നുമില്ല, ഇൻപുട്ട് എടുക്കുന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ആ നഷ്ടം വരും. GST നിരക്ക് കുറയുന്നതോടെ ഫാർമ മേഖലയ്ക്കും രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. അതോടൊപ്പം നിയന്ത്രണമില്ലാത്ത മരുന്നുകളുടെ വില നിശ്ചയിക്കുന്ന കൂടി സർക്കാർ ഒരു കരുതൽ വെച്ച് രോഗികൾക്ക് ഏറെ ആശ്വാസകരമാകും. ക്യാമറമാൻ ഫെബിൻ അഗസ്റ്റിനോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി.